ഇന്ന് നമ്മൾ ഒരു കപ്പ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴവും ബ്ലൂബെറിയും ചേർത്ത് ഗോതമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന കപ്പ് കേക്കാണിത്. ഇത്രയും മൃദുവായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം. ഇത് 12 കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാനാണ്. അതിലേക്ക് ഞാൻ മെൽറ്റായ കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ എല്ലാ വശത്തും ഇതുപോലെ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കപ്പ് കേക്കിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗോതമ്പ് മാവ് 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. ഈ 1.5 കപ്പ് ഗോതമ്പ് മാവിനോടൊപ്പം ഞാൻ 1/2 കപ്പ് മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മിക്സിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം കൂടി ചേർത്ത് ഇതുപോലെ അരിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ കേക്ക് മിക്സ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ 3 മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഈ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ വിസ്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പാകമാണ് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഈ കപ്പ് കേക്കിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത 3 പഴങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പഴങ്ങൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ച് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ട് പൊടിച്ച് ചേർത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മുട്ടയും പഴവും കൂടെയുള്ള മിക്സ് തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ നന്നായി കുഴഞ്ഞിരിക്കുന്ന ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഈ മിക്സിലേക്ക് നമുക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. 1/3 കപ്പ് മേപ്പിൾ സിറപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനു പകരം ഹണി ഉപയോഗിച്ചാലും മതി. നമുക്ക് പശുവിൻ പാല് 1/3 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ബട്ടർമിൽക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് ഇവയെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വിസ്ക് ചെയ്തെടുത്ത് നന്നായിട്ടൊരു ലിക്വിഡ് ഫോമിലാക്കി മാറ്റണം. ഈ ലിക്വിഡ് മിക്സിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒരു സ്പാറ്റില ഉപയോഗിച്ച് നന്നായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാറ്റില ഉപയോഗിക്കുന്നതാണ് നല്ലത്, വിസ്ക് ഉപയോഗിക്കണമെന്നില്ല. കുറച്ചും കൂടി മാവ് ചേർത്ത് ഇളക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതുപോലെ ഒരു 3 പാർട്ടായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താൽ മതി. ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മാവും കൂടി ഇരിപ്പുണ്ട്, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്പാറ്റില ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ കേക്കിന്റെ മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്ലൂബെറി കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബ്ലൂബെറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്ലൂബെറി എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബ്ലൂബെറി മഫിനുള്ള മിക്സ് നമുക്കിവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പാനിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓരോ കുഴിയിലേക്ക് ഒരു 1/4 ഭാഗം വരുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 350 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഈ കപ്പ് കേക്ക് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തത് 15 to 20 മിനിറ്റ്സ് ആണ്. നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു വുഡൻ സ്ക്യൂർ ഉപയോഗിച്ച് അതിന്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. ഇതുപോലെ ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മുകളിലേക്ക് അല്പം ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ കപ്പ് കേക്ക് നമുക്ക് ഒരു വയർ റാക്കിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. നിങ്ങൾ ഈ കാണുന്നത് പോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാണ് ഇതിന്റെ പാകം. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടും രുചികരവുമായ കപ്പ് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഇനി അടുത്ത ആഴ്ച മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.